അസ്സലാമു ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കിയാണ് ഇന്ന് കാണിക്കുന്നത്. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പി കൂടിയാണിത്. തമ്പനയിൽ കണ്ട പോലെ ഇതൊരു പ്രൈസ് വിന്നിങ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 3 കപ്പ് അമൃതം പൊടി എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കോൺഫ്ലെക്സ് ആണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് ഓട്സ് വേണം. 100 ഗ്രാം ബട്ടർ, സാൾട്ടഡോ അൺസാൾട്ടഡോ ഏത് വേണമെങ്കിലും എടുക്കാം. കുഴക്കാൻ ആവശ്യത്തിനുള്ള പാല്, തിളപ്പിച്ചാറ്റിയ പാലാണ്. കുറച്ച് ബ്ലാക്ക് റൈസിൻസ്. ആദ്യം അമൃതം പൊടി ഒന്ന് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചക്കുത്ത് മാറിക്കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ റോസ് സ്മെല്ല് പൊതുവേ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറ്. ഇങ്ങനെ എല്ലാതെയും ചെയ്തെടുക്കാം. ഇതെൻ്റെ കസിൻ ബ്രദറിൻ്റെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവൻ്റെ വൈഫ് കൊടുത്തു വിട്ടതാണ്. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. റോസ്റ്റ് ചെയ്ത പൊടി കുഴച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുതായി ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ബട്ടർ ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇന്ന് ഓവനിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്, അല്ലാതെ ഇത് ചെയ്തെടുക്കാം ഫ്രൈ പാൻ യൂസ് ചെയ്തിട്ട്. സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ. നല്ലപോലെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഓട്സ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് റൈസിൻസ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. റൈസിൻസ് ചേർക്കുന്നതുകൊണ്ട് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. പാല് കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിൽ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല. അമൃതം പൊടിയിൽ തന്നെ കുറച്ച് മധുരം ഉണ്ടല്ലോ, മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ടയും കോൺഫ്ലെക്സ് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. ഇനി ഇതുപോലെ ഓരോ ബോൾസാക്കി കൈകൊണ്ട് പരത്തിയെടുക്കാം. അധികം തിക്കാവാനും തിന്നാവാനും പാടില്ല. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. ഇതിന് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്താവണല്ലേ. 180 ഡിഗ്രിയിൽ 15 to 18 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെ ഓവണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബേക്കിംഗ് ടൈം. ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഓവനിൽ നിന്ന് പുറത്തെടുത്ത പാടും ക്രിസ്പി ആയിരിക്കില്ല. ചൂടാറിയതിന് ശേഷം ഇത് ക്രിസ്പി ആവുള്ളൂ. നന്നായി ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. 1 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. വീട്ടിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, തീർച്ചയായും ഇഷ്ടമാവും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്